കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായത് ആണ് കോൺഗ്രസിനും യു ഡി എഫിനും നൽകിയത്. പക്ഷേ കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ അത് ചെറുതല്ലാതെ ഉണ്ട്. തൃശ്ശൂർ മുരളി എത്തിയപ്പോൾ സ്വീകരിക്കാൻ മുൻപന്തിയിൽ നിന്ന് ചില നേതാക്കളും ഇപ്പോൾ നിർജ്ജീവമായി എന്ന ആക്ഷേപമുണ്ട്. ഇത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആക്ഷേപമാണ്. കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങൾ അത് മുരളീധരൻ എന്ന തലപ്പൊക്കമുള്ള നേതാവുള്ളത് കൊണ്ട് പരിഹരിക്കപ്പെടുമോ, അതോ ഈ പ്രശ്നങ്ങൾ മുരളിയുടെ സാധ്യതകളെ ബാധിക്കുമോ? ഒരു പരിധിവരെ ബാധിക്കാതിരിക്കാനില്ല. കാരണം ബാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. കാരണം ഇതിനകത്ത് തുടങ്ങിയപ്പോൾ മുതൽ ഈ പത്മജ എന്ത് കാരണം കൊണ്ടാണെങ്കിലും പത്മജ വേണുഗോപാൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ അട്ടിമറി സാധ്യതകൾ. എങ്ങനെ അവരെ അട്ടിമറിച്ചോ അതുപോലെയൊക്കെയുള്ളത് മുരളീധരനും നേരിടേണ്ടി വന്നേക്കാം എന്നവർ സൂചിപ്പിക്കുന്ന ഒരു വശത്ത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ തൃശ്ശൂർ പ്രത്യേകിച്ചും അതുപോലെയുള്ള ഘടകങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് മുരളീധരന് വ്യക്തിപരമായ ഒരു വലിയ ഒരു പൊതുവെയുള്ള അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ളതിന്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു വ്യക്തിപരമായ ഒരു മണ്ഡലം കോൺഗ്രസിനുള്ളിലോ ജില്ലയ്ക്കുള്ളിലോ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും തന്നെ തൃശ്ശൂരുമായിട്ടൊക്കെ അടുത്ത ബന്ധമൊക്കെ ഉള്ള ആളാണെങ്കിൽ അതൊരു മുരളീധരന്റെ ഒരു രീതി അങ്ങനെയാണ്. കാരണം മുരളീധരന് മറ്റ് കോൺഗ്രസ് നേതാക്കളെ പോലെ ആരാധകർ അധികം ഇല്ലാത്ത ഒരു നേതാവ്. അതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തിനെതിരായി വരുന്ന ഈ ഘടകങ്ങളൊക്കെ അദ്ദേഹത്തിനെ പല രീതിയിൽ ബാധിക്കാം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ എന്തൊക്കെ അനുകൂല ഘടകങ്ങളുണ്ടോ അതിനൊക്കെ ഈ ചെസ് കളി പോലെ തന്നെയൊക്കെ ഒരു മറു നീക്കത്തിനുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ട്. അതെല്ലാവർക്കും ബാധകമാണ്. 3 സ്ഥാനാർത്ഥികൾക്കും നമ്മൾ നോക്കുമ്പോൾ ഈ പൊതുവെ പുറത്ത് ഉപരിതലത്തിൽ കാണുന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പല പല ഘടകങ്ങൾ, ചില ഉപഘടകങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ സ്ഥാനാർത്ഥികളുടെ ഈ ഒരു മികവ് കൊണ്ട് അവരുടെ ഈ രണ്ടാം തലത്തിലുള്ള അവരുടെ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനാവും എന്നായിരിക്കും 3 കക്ഷികളുടെയും വിശ്വാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കഴിയുന്നവരാണ് ഈ സ്ഥാനാർത്ഥികൾ, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ തൃശ്ശൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ 1980 മുതൽ ഇങ്ങോട്ട് ഐക്യമുന്നണിയിൽ കോൺഗ്രസിന് വലിയ മേൽക്കോയ്മ അവകാശപ്പെടാനാകാത്ത മണ്ഡലമാണിത്. ഇടതുമുന്നണിയിൽ CPIക്കാണെങ്കിൽ വലിയ അട്ടിമറികളുടെ ചരിത്രം അവകാശപ്പെടാനുമുണ്ട്. 1996 കെ കരുണാകരനെ തോൽപ്പിച്ച് VV രാഘവൻ വിജയിച്ചതാണ് അതിലേറ്റവും വലുത്. 2004 CK ചന്ദ്രപ്പൻ ഇവിടെ വന്ന് ജയിച്ചു. 1999 മുതൽ 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ഒന്നിടവിട്ട് ഇടതുമുന്നണിയും ഐക്യമുന്നണിയും വിജയിക്കുന്ന കാഴ്ചയാണ്. 99 AC ജോസ്, 2004 CK ചന്ദ്രപ്പൻ, 2009 PC ചാക്കോ, 2014 CN ജയദേവൻ, 2019 TN പ്രതാപൻ. ഈ മാറി മറിയുന്ന ഒരു ചരിത്രമുണ്ട് തൃശ്ശൂരിന്. അതിന് പല രാഷ്ട്രീയ ഘടകങ്ങൾ കാരണമായിട്ടുണ്ടാവാമെങ്കിലും പക്ഷേ ഒരു മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും. കാരണം നമ്മൾ മറ്റു പല മണ്ഡലങ്ങളുടെയും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വോട്ടിംഗ് പാറ്റേണിലൊരു മാറ്റം ഉണ്ടാകാറുണ്ട്. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ച് അതങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ല എന്ന് തോന്നുന്നു. ശരിയാണ്, തൃശ്ശൂർ അതിനെ ഒരു അട്ടിമറികളുടെ സ്ഥലമാണ്. അതേസമയം CPIക്ക് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും എന്താ പറയുക ഒരു ശക്തി തെളിയിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർക്ക് അവിടെ ഒരു കൃത്യമായ ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്ക് അവർക്ക് അനുകൂലമായിട്ട് സംശയമില്ല. അതാണ് പലപ്പോഴും പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുന്ന അതാത് സമയത്തുണ്ടാവുന്ന ഘടകങ്ങളാണ് വാസ്തവത്തിൽ ജയപരാജയങ്ങളെ നിർണയിക്കാറുള്ളത്. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള നാടകീയമായിട്ടുള്ള എന്തെങ്കിലും അവിടെ തൃശ്ശൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ രാജീവ് പറഞ്ഞ പോലെ കഴിഞ്ഞ സുരേഷ് ഗോപി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിത്വം തൃശ്ശൂരിൽ ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ബാക്കിയല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ തൃശ്ശൂരിന്റെ പരമ്പരാഗതമായ രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറത്ത് പിന്നെ മത ജാതി സമവാക്യങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സമീപകാലത്തുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. തൃശ്ശൂര് ന്യൂനപക്ഷങ്ങളിൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഒരു കാര്യമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അവിടെ എങ്ങനെയാണ് ഈ മുരളീധരനും അതിൽ BJP നടത്തിയിരിക്കുന്ന ചില നീക്കങ്ങളുടെ ഫലമായിട്ട് എന്താണ് ഉണ്ടാവുക, സുനിൽകുമാറിന് അവിടെയൊക്കെ ഉള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി വരും എന്നുള്ളതൊരു വളരെ നിർണായകമാകാൻ പോകുന്ന ഒരു കാര്യം അവിടുത്തെ ന്യൂനപക്ഷ വോട്ടായിരിക്കും. റൈറ്റ്, ഇതിൽ നിന്ന് തന്നെ വരാം.